In this lecture, we are going to discuss about the triaxial shear test. Here we can see the triaxial shear test apparatus, and the instrument required for the triaxial shear test are first the triaxial loading unit. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രാക്സൽ ലോഡിംഗ് എൻ്റർ യൂണിറ്റ് എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ട്രാക്സൽ സെല്ല് എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ കാണിക്കുന്ന ഒരു ഗ്ലാസ് വെച്ചുള്ള ഒരു യൂണിറ്റ് ആണ്. ദെൻ ഡയൽ ഗേജ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലോഡിംഗ് ആൻഡ് ഡിഫ്ലക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്പ്ലിറ്റ് മോൾഡ് യൂസ് ചെയ്യുന്നത് സോയിൽ സാമ്പിൾ ട്രാക്സൽ ഷെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ സോയിൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യാനാണ്. ദെൻ റബ്ബർ മെംബ്രെയിൻ പ്രഷർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ കാണിക്കുന്ന ഇതാണ്. അത് സോയിലിലേക്ക് സൈഡിൽ നിന്ന് ലാറ്ററലായിട്ട് പ്രഷർ കൊടുക്കാനുള്ള യൂണിറ്റാണ്. അപ്പോൾ ഇത്രയാണ് ട്രാക്സൽ ഷെയർ ടെസ്റ്റിന് ആവശ്യമായുള്ള ഇൻസ്ട്രുമെൻസുകൾ. നമുക്കതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. ബിഫോർ ദാറ്റ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ട്രാക്സൽ സെല്ലെന്ന് പറയുന്നത്. ഈ ട്രാക്സൽ സെല്ലിനകത്താണ് ഇവിടെ നമുക്കൊരു പെഡസ്റ്റൽ കാണാം. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സാമ്പിൾ വയ്ക്കുക. ആ സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്പ്ലിറ്റ് മോൾഡ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് സ്പ്ലിറ്റ് മോൾഡ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമ്മൾ സോയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ സാമ്പിളായിട്ടാണ് വരിക. ആ സിലിണ്ടറിക്കൽ സാമ്പിളാണ് ട്രയാക്സിൽ ഷെയർ ടെസ്റ്റിന് ഉപയോഗിക്കുക. ഡയറക്റ്റ് ഷെയറിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഒരു റെക്ടാങ്കുലർ സാമ്പിളാണ്. എന്നാൽ ട്രയാക്സിലിൽ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് സ്പ്ലിറ്റ് മോൾഡ് എന്ന് പറയാൻ കാരണം അതിനകത്ത് വെച്ച് നമ്മൾ സോയിൽ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റി അങ്ങനെ ആ മോൾഡ് കണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ സോയിൽ സാമ്പിൾ കിട്ടും. ആ സോയിൽ സാമ്പിളിൻ്റെ മുകളിലൂടെ ഈ റബ്ബർ മെംബ്രെയിൻ ഇട്ടിട്ടാണ് ഈ സെല്ലിനകത്ത് നമ്മൾ വയ്ക്കാറ്. ഓക്കെ, നൗ ട്രയാക്സിൽ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. ആദ്യം ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രിപ്പയർ ദി സാമ്പിൾ. സിലിണ്ടറിക്കൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സിലിണ്ടറിക്കൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയമീറ്റർ ടു ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഡയമീറ്ററിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഹൈറ്റ് ഉണ്ടാവുക. സാധാരണ 35 ഡയമീറ്ററും 38 mm ഡയമീറ്ററും 76 mm ഹൈറ്റുമാണ് സാധാരണ ഉപയോഗിക്കാറ്. ദെൻ 50, 100 അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനിഷ്യലി നമ്മൾ ചെയ്യേണ്ടത് സാമ്പിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഡയമീറ്റർ ടു ഹൈറ്റ് റേഷ്യോ 1:2 എന്ന രീതിയിൽ അത് ചെയ്യുക. അങ്ങനെ ഒരു മിനിമം 3 സാമ്പിൾസ് എങ്കിലും പ്രിപ്പയർ ചെയ്യാം. ദെൻ ഇതിനകത്ത് നമ്മൾ കണ്ടു, ഇതാണ് അതിൻ്റെ ട്രാക്സൽ സെല്ല്. ഈ സ്പ്ലിറ്റ് മോൾഡിനകത്ത് സോയിൽ ഫില്ല് ചെയ്തിട്ടാണ് സാമ്പിൾ ഉണ്ടാക്കുക. ആ സാമ്പിൾ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് റബ്ബർ മെംബ്രെയിൻ ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഈ സെല്ലിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. ഇതൊരു ഒരു സാമ്പിൾ പ്രിപ്പയർഡിന് എക്സാമ്പിളാണ്. ഒരു സോയിൽ സാമ്പിൾ, സിലിണ്ടറിക്കൽ സാമ്പിൾ. ഇതിന് ചുറ്റും പിന്നെ ഒരു റബ്ബർ മെംബ്രെയിൻ നമ്മൾ യൂസ് ചെയ്യും. അത് സൈഡിൽ നിന്ന് പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പിന്നെ ചെയ്യേണ്ടത് സോയിൽ സാമ്പിൾ റബ്ബർ മെംബ്രെയിനകത്ത് ഇടുക. അതിനകത്ത് എയറൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. ദെൻ സോയിൽ സാമ്പിൾ ട്രാക്സൽ സെല്ലിലേക്ക് വെക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ സോയിൽ സാമ്പിളിൻ്റെ മുകളിൽ നമ്മളൊരു പാഡ് വെക്കും, ഒരു പ്ലേറ്റ് വയ്ക്കും. അത് ആക്സൽ ലോഡിങ്, മേലിൽ നിന്ന് ആക്സൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ദി ട്രാക്സൽ സെൽ ഈസ് കണക്റ്റഡ് ടു ദി പ്രഷർ യൂണിറ്റ് കൊടുക്കുന്നത് സൈഡിൽ നിന്ന് ലാറ്ററൽ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലാറ്ററൽ പ്രഷർ കൊടുക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് കൺസോൾട്ടേഷൻ സ്റ്റേജ്. സാധാരണ ഒരു ഷിയർ ടെസ്റ്റിനകത്ത് 2 സ്റ്റേജ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജ് കൺസോൾട്ടേഷൻ സ്റ്റേജ് ഉണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഷിയറിംഗ് സ്റ്റേജാണ്. അപ്പോൾ ഇതിലെ കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രയാക്സൽ സെല്ലിലേക്ക് ലാറ്ററൽ പ്രഷർ, സൈഡിൽ നിന്ന് പ്രഷർ കൊടുക്കുന്ന സ്റ്റേജാണ്. ദെൻ ലാറ്ററൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആക്സൽ ലോഡിംഗ് ആണ്. മുകളിൽ നിന്ന് ആക്സൽ ലോഡിംഗ് കൊടുക്കുക. ആ ആക്സൽ ലോഡിംഗ് കൊടുക്കുന്ന സ്റ്റേജാണ് ഷിയറിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ആക്സൽ ലോഡിംഗ് കൊടുത്ത് ആ ആക്സൽ ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന സോയിലിനകത്ത് ഉണ്ടാകുന്ന ഡീഫോർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക, ലോഡ് റെക്കോർഡ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വി ഹാവ് ടു റിപ്പീറ്റ് ദിസ് ടെസ്റ്റ്. നമുക്ക് മിനിമം ഒരു 3 സാമ്പിളെങ്കിലും ഇതുപോലെ ചെയ്യണം. ലാറ്ററൽ ലോഡിംഗ് കൊടുക്കുക, ആക്സൽ ലോഡ് കൊടുക്കുക. ഇങ്ങനെ അത് ഫെയിൽ ആവുന്നവരെ 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് ബൈ യൂസിങ് ദിസ് വാല്യൂസ്, ഫെയിലിയറിൻ്റെ അകത്തുള്ള വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മോർ സർക്കിൾ വരയ്ക്കാം. ആൻഡ് ആ മോർ സർക്കിളിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഷിയർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ട്രാക്സൽ ടെസ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഡ്രെയിനേജ് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് പോർ വാട്ടർ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ പോർ വാട്ടർ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് മോർ എൻവലപ്പ് അല്ലെങ്കിൽ ഫെയിലർ എൻവലപ്പ് വരച്ച് തന്ന് അതിൽ നിന്നാണ് CN5
ഡിറ്റർമിൻ ചെയ്യുന്നത് ഷിയർ പാരാമീറ്റർ. പക്ഷേ ഈ CN5 നമുക്ക് ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേമിലും അതേപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേമിലും ഡിറ്റർമിൻ ചെയ്യാം. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഇതുപോലൊരു മെമ്പറിൻ സോയിൽ സാമ്പിൾ ഉണ്ടാക്കി വെക്കുക, ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ ഉണ്ടാക്കുക. അതുണ്ടാക്കിയതിന് ശേഷം അത് ട്രയാക്സൽ സെല്ലിലേക്ക്, ഇതൊരു ട്രയാക്സൽ സെല്ലാണ്, ഇതിൻ്റെ സെൻറ്ററിലേക്ക്, ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സെൻറ്ററിലേക്ക് ചുറ്റും ഒരു റബ്ബർ മെംബ്രെയിൻ ഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെക്കുക. ഇതൊരു ഗ്ലാസ് ജാറിന് ആണ്, അതിനകത്താണ് ഇരിക്കുന്നത്. ദെൻ ഈ മേലെ കാണിച്ചിരിക്കുന്ന ലോഡിംഗ് പാഡാണ് ഇങ്ങനെ ആക്സൽ ലോഡ് കൊടുക്കുക, അല്ലെങ്കിൽ റോഡ് വഴിയാണ് ആക്സൽ റോഡ് വരിക. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കും. ദെൻ ഈ ഫിറ്റ് ചെയ്ത സാധനം നമ്മൾ ലോഡിംഗ് യൂണിറ്റിലേക്ക്, ഇതൊരു ലോഡിംഗ് യൂണിറ്റാണ്, ഇവിടെ നമുക്ക് കാണാം ഈ സെൻറ്ററിൽ ആ ട്രയാക്സൽ സെല്ല് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ലോഡിംഗ് യൂണിറ്റാണ്. ഇത് ട്രയാക്സൽ സെല്ല് ഇവിടെ ലോഡിംഗ് യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു കേബിൾ വരും, ഒരു വയറുണ്ടാകും, അതുവഴി നമുക്ക് പ്രഷർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇത് പ്രഷർ യൂണിറ്റാണ് ഇതിനകത്ത്. ദെൻ അതിന് ശേഷം ഇതിനകത്ത് ഈ ട്രയാക്സൽ സെല്ലിനകത്ത് ചുറ്റും, ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ സോയിൽ സാമ്പിളിൻ്റെയും ഈ ഗ്ലാസ് ജാറിൻ്റെ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് ഉണ്ട്, അവിടെ മുഴുവനായിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ആ ഹോൾ വഴിയാണ് ഫില്ല് ചെയ്യുക, ഫുള്ള് വെള്ളം ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രഷർ യൂണിറ്റിൽ നിന്ന് കൊടുക്കുന്ന പ്രഷർ ഈ സോയിലിനകത്തേക്ക് ഈ വാട്ടർ വഴിയാണ് കൊടുക്കുന്നത്. ആ വെള്ളത്തിലേക്കാണ് പ്രഷർ വരിക. ആ പ്രഷർ ആ വാട്ടർ സോയിലിലേക്ക് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രഷർ വരണം, രണ്ട് സൈഡിൽ നിന്ന്, അതേപോലെ മേലിൽ നിന്നൊക്കെ ആ പ്രഷർ വരും. ആ പ്രഷറിനെയാണ് നമ്മൾ കൺഫൈനിങ് പ്രഷർ എന്ന് പറയും. കൺഫൈനിങ് പ്രഷർ എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് പ്രഷർ എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മൈനസ് സ്ട്രെസ്. ഇതിലുണ്ടാവുന്ന അതിങ്ങനെ വരിക, ഈ സൈഡിൽ നിന്നും അതുപോലെ മുകളിൽ നിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സോയിലിന് ചുറ്റും ആ ഒരു എല്ലാ സൈഡിൽ നിന്നും ആ ലോഡ് ഇങ്ങനെ ആ പ്രഷർ വരും. ദാറ്റ് ഈസ് കോൾഡ്, രണ്ട് സൈഡിൽ നിന്നായതുകൊണ്ട് നമ്മൾ കൺഫൈനിങ് പ്രഷർ എന്നാണ് പറയുക, അല്ലെങ്കിൽ സെൽഫ് പ്രഷർ, സെല്ലിനകത്തായതുകൊണ്ട് സെൽഫ് പ്രഷർ എന്നും പറയും, അല്ലെങ്കിൽ മൈനസ് സ്ട്രെസ് എന്നും പറയും. ദെൻ ഇങ്ങനെ ലോഡ് കൊടുത്തതിന് ശേഷം ആ ഒരു വാല്യൂ, ആ ഒരു പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സാമ്പിൾ ചെയ്യാമെന്നായിരിക്കാം. ആ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നുള്ള പ്രഷറിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 1 ആക്കി സെറ്റ് ചെയ്താൽ ആ ടെസ്റ്റ് കഴിയുന്നത് വരെ അത് 1 ആണ്. ഓക്കെ, ആ ടെസ്റ്റ് നമ്മളത് സിഗ്മ 3 ആണ് പറഞ്ഞു, മൈനസ് സ്ട്രെസ് ആണ്, മൈനസ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ഈ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ മേലെ നിന്ന് ആക്സൽ ലോഡിങ് തുടങ്ങും. ഈ മേലെ നിന്ന് കൊടുക്കാൻ തുടങ്ങും. ഈ ആക്സൽ ലോഡിങ്ങിനെ നമ്മൾ പറയുന്നത് സിഗ്മ D അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ് എന്നാണ് പറയാം. അതായത് മേലെ നിന്ന് കൊടുക്കുന്ന ആക്സൽ ലോഡ് അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ് ആണ്. അപ്പോൾ സൈഡിൽ നിന്നുള്ള ലോഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഇപ്പോൾ 1 ആണെങ്കിൽ 1 ടെസ്റ്റ് കഴിയുന്നവരെ. പക്ഷേ മേലെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആക്സൽ ലോഡ് എന്ന് പറയുന്നത് വാരി ചെയ്ത് കൊടുക്കും. അതിങ്ങനെ 0 മുതൽ 1, 2, 3 എങ്ങനെ ഇൻക്രീസ് ചെയ്യും. അത് സോയിൽ ഫെയിൽ ആവുന്നത് വരെയാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം സൈഡിൽ നിന്ന് കൺഫൈനിങ് പ്രഷർ അല്ലെങ്കിൽ മൈനസ് സ്ട്രെസ് കൊടുക്കും. ദെൻ മുകളിൽ നിന്ന് ആക്സൽ ലോഡിങ് അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ് സിഗ്മ D എന്ന് പറയുന്ന വാല്യൂ ഇങ്ങനെ ലോഡ് ഇങ്ങനെ കൊടുത്തേണ്ട ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു സോയിൽ ഫെയിൽ ആകുന്നവരെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്ന് കൊടുക്കുന്ന സിഗ്മ 3യുടെ വാല്യൂവും മേലെ നിന്ന് കൊടുക്കുന്ന സിഗ്മ Dയും, ഈ രണ്ടുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കാണാവുന്നത് ഒരു സോയിൽ സ്പെസിമെൻ ആണ്. ഈ ട്രയാക്സലിൻ്റെ കേസിനകത്ത് അതിൻ്റെ ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലെയിനുകളാണ്. ഈ ഒറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും ഈ സൈഡിൽ നിന്നുള്ള പ്ലെയിൻ, ഈ സൈഡ് പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ പ്രഷർ, സൈഡ് പ്രഷർ കൊടുക്കുമ്പോൾ ആ സൈഡ് പ്രഷറിനെ സെൽഫ് പ്രഷർ എന്നാണ് പറയുക, അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. കാരണം മൈനർ പ്ലെയിൻ ആയതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അത് സിഗ്മ 3 അല്ലെങ്കിൽ സിഗ്മ C എന്ന് പറയും, കൺഫൈനിങ് അല്ലെങ്കിൽ സെൽഫ് പ്രഷർ എന്നുള്ള ടേം. ദെൻ ഇവിടെ മേലെയും ആ സിഗ്മ 3 ഉണ്ടാവും, ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ അതിന് പുറമെ മേലെ നിന്ന് നമ്മളൊരു ആക്സൽ ലോഡിങ് അല്ലെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ് അല്ലെങ്കിൽ ഡീവിയേറ്റോറി സ്ട്രെസ് അല്ലെങ്കിൽ ആക്സൽ സ്ട്രെസ് എന്ന് പറയും, സിഗ്മ D ആക്ട് ചെയ്യും ഈ സോയിലിലേക്ക്. അങ്ങനെ ഇത് ആക്ട് ചെയ്ത് ഈ സോയിൽ ഫെയിൽ ആവുന്നത് വരെ ആ ലോഡിങ് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 3 ആണ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ച്വലി സിഗ്മ 1 ആണ്. ആ സിഗ്മ 1ൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ്, കാരണം ഇവിടെ ആക്ട് ചെയ്യുന്നതല്ല സിഗ്മ 1. ആ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ D ഉണ്ട്, സിഗ്മ 3 ഉണ്ട്, അതിൻ്റെ സമ്മാണ്. സിഗ്മ 1 = സിഗ്മ D + സിഗ്മ 3. അത് മാക്സിമം എത്തുമ്പോൾ സോയിൽ ഫെയിൽ ആവും. ആ സോയിലിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഡയറക്ഷൻ. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞത് അത് ഒറിസോണ്ടൽ ഫെയിലിയർ പ്ലെയിൻ എന്നാണ്. പക്ഷേ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൽ ആ ഫെയിലിയർ പ്ലെയിൻ ഏത് ഡയറക്ഷനിലോ ആ സോയിലിൻ്റെ ഏത് ഭാഗത്താണോ വീക്ക് വരുന്നത് ആ വീക്കസ്റ്റ് പ്ലെയിൻ ആയിരിക്കും അവിടുത്തെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ ഒരു സെൽ. അതിൽ ഓരോ ഭാഗത്തും സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയാക്സിലിൻ്റെ അകത്ത് സി ആൻഡ് ഫൈ വാല്യൂ കണ്ടുപിടിക്കാൻ വി ക്യാൻ ഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സും ടോട്ടൽ സ്ട്രെസ്സും രണ്ടിനും ടേമുണ്ട്. കാരണം ട്രയാക്സിലിനകത്ത് നമ്മൾ പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. പോർ വാട്ടർ പ്രഷർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേമിലാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുക. സി ആൻഡ് ഫൈ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മോർ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കുമ്പോൾ ഈ നേരത്തെ കിട്ടിയ സിഗ്മ 1 ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ട സിഗ്മ 1ഉം അതേപോലെ സിഗ്മ 3യും വെച്ചിട്ട് നമ്മൾ മോർ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ആണ്. എന്നാൽ ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പോർ വാട്ടർ പ്രഷറിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ മോർ സർക്കിൾ വരയ്ക്കാൻ സിഗ്മ 1 ഡാഷും സിഗ്മ 3 ഡാഷും ഉപയോഗിക്കുക. സിഗ്മ 1 ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 നേരത്തെ കിട്ടിയ സിഗ്മ 1 മൈനസ് യു പോർ വാട്ടർ പ്രഷർ കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ സിഗ്മ 3 ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 3 മൈനസ് യു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം. ഈ രണ്ട് ടേംസിലും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അതിൻ്റെ റിസൾട്ട് വരുന്നത് നേരത്തെ പറഞ്ഞതാണ് കൺഫൈനിങ് പ്രഷർ അല്ലെങ്കിൽ കൺഫൈനിങ് സ്ട്രെസ് സിഗ്മ സി ഈസ് ഈക്വൽ ടു മൈനസ് സ്ട്രെസ് തന്നെയാണ്. ദെൻ ആക്സിയൽ സ്ട്രെസ് അല്ലെങ്കിൽ ഡീവിയേറ്ററി സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മ 1 ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സിഗ്മ ഡി ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3. ആൻഡ് സിഗ്മ 3യും സിഗ്മ 1ഉം കിട്ടിയാൽ വി ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ സിഗ്മ 1 ആൻഡ് സിഗ്മ 3. സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ 3 ടാൻ സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് 5/2 പ്ലസ് 2c ടാൻ 45 പ്ലസ് 5/2 എന്നാണ്. ഇതിൽ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ദെൻ 5 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കൊഹിഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സോയിലിൻ്റെ ഫൈ ആൻഡ് സി കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫൈനലി ടെസ്റ്റ് റിസൾട്ട് ഓഫ് ട്രാക്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽ പ്രഷർ അല്ലെങ്കിൽ ഒരു സിഗ്മ 3 ഉണ്ടാവും. ആ ഓരോ സിഗ്മ 3യും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ സിഗ്മ 3 സിഗ്മ 1 ഉണ്ടാവും. വേറെ അടുത്ത സാമ്പിൾ ചെയ്യുമ്പോൾ വേറെ സെൽ പ്രഷർ ആയിരിക്കും. സെൽ പ്രഷർ നമ്മൾ മാറ്റും. ഇപ്പോൾ നേരത്തെ 1 ആണെങ്കിൽ പിന്നെ 2, 3 അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ തവണയും ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ദെൻ ബൈ യൂസിങ് ദിസ് നമുക്ക് സിഗ്മ 3യും സിഗ്മ 1ഉം കിട്ടിയാൽ വി ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരു നോർമൽ സ്ട്രെസ് ഷിയർ സ്ട്രെസ് സാധാരണ ഒരു ഗ്രാഫ് എടുക്കുക. അതിനകത്ത് നേരത്തെ കിട്ടിയുള്ള ഈ വാല്യൂസ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ 3.1 ആൻഡ് സിഗ്മ 1.1 ആണ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുക. സിഗ്മ 3.1ഉം സിഗ്മ 1ഉം പ്ലോട്ട് ചെയ്യുക. ദെൻ ബൈ യൂസിങ് ഇത് സിഗ്മ 3.1 സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ എൻ പോയിന്റുകളാണ്. അപ്പോൾ ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് ഡയമീറ്റർ ആക്കി എടുത്തിട്ട് യു ക്യാൻ ഡ്രോ എ സർക്കിൾ. ഞാനിവിടെ ഒരു പകുതി സർക്കിളെ വരച്ചിട്ടുള്ളൂ, ഫുള്ള് വരക്കണം എന്നില്ല. ദെൻ സിമിലർലി അടുത്ത പോയിന്റ് സിഗ്മ 3 ടു സിഗ്മ 1 ടു ദെൻ അത് ഉപയോഗിച്ചിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കുക. സിഗ്മ 3 ആൻഡ് സിഗ്മ 1 ഇങ്ങനെ 3 സർക്കിളും വരച്ചാൽ ഇവിടെ ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കാൻ ചെയ്യേണ്ടത് ഈ 3 സർക്കിളിലും കോമൺ ആയിട്ട് വരുന്ന ടാൻജൻ്റ് ആണ് ഈ കേസിലെ ഫെയിലിയർ എൻവലപ്പ് എന്നാണ്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് വരുന്ന ടാൻജൻ്റ് വരയ്ക്കുക. ഈ ടാൻജൻ്റ് ആണ് ഇവിടുത്തെ ഫെയിലിയർ എൻവലപ്പ്. അപ്പോൾ ഫെയിലിയർ എൻവലപ്പ് കിട്ടിയാൽ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സി ആൻഡ് ഫൈ. ആ ഫെയിലിയർ എൻവലപ്പ് എക്സ് ആക്സിസ് എന്നുള്ള ഹൈറ്റ് ആണ് സി കൊഹിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫെയിലിയർ എൻവലപ്പിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് അവിടുത്തെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത്. സി ഇസ് ദ കൊഹിഷൻ ആൻഡ് ഫൈ ഇസ് ദി ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ട്രാക്സൽ ടെസ്റ്റിനകത്ത് മോർ സർക്കിൾ വരയ്ക്കുന്നതും ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കുന്നതും ആ ഫെയിലിയർ എൻവലപ്പിൽ നിന്ന് സി ആൻഡ് ഫൈ വാല്യൂസ് കണ്ടെത്തുന്നത്. ഇനി ഇതേ ഈ സി ആൻഡ് ഫൈ കണ്ടുപിടിക്കാൻ ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത്, മോർ സർക്കിൾ ഉപയോഗിച്ചത്. എന്നാൽ ഗ്രാഫിക്കൽ അല്ലാതെ അനലിറ്റിക്കൽ മെത്തേഡ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സി ആൻഡ് ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ 3 ടാൻ സ്ക്വയർ 45 പ്ലസ് 5/2 പ്ലസ് 2c ടാൻ 45 പ്ലസ് 5 എന്നുള്ള ഇക്വേഷൻ പറഞ്ഞാണ്. ഇത് നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂസ്, ഇതിൽ നിന്ന് 3 വാല്യൂസ് ആണെങ്കിൽ ആ 3 വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സിഗ്മ 1 പിന്നെ സിഗ്മ 1 പിന്നെ സിഗ്മ 3 ഇങ്ങനെ 3 ചെയ്താൽ ഇതിനകത്ത് നോക്കാം. ഇതിനകത്ത് സിഗ്മ 1ഉം സിഗ്മ 3 നമുക്ക് എല്ലാ കേസിലും അറിയാം. ഇതിൽ അറിയാത്ത അൺനോൺ എന്ന് പറയുന്നത് ഫൈയും സിയും മാത്രമാണ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം അതാണ് ഷിയർ പാരാമീറ്റേഴ്സ്. അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സി ആൻഡ് ഫൈ. കാരണം 2 ഇക്വേഷൻ 2 അൺനോൺ എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് സി ആൻഡ് ഫൈ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു ട്രാക്സൽ ടെസ്റ്റ് ഒരു സോയിൽ സാമ്പിൾ കണ്ടക്ട് ചെയ്തു. അതിനകത്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
അതിൽ കൺഫൈനിങ് പ്രഷർ അല്ലെങ്കിൽ സെൽഫ് പ്രഷർ സിഗ്മ 3 എന്ന് പറയുന്ന വാല്യൂസ് 3 സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 3നും 3 ഡിഫറെൻറ്റ് വാല്യൂ ഉണ്ട്. ആൻഡ് ഓരോ ഇത് ചെയ്തപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഡീവേറ്റർ സ്ട്രെസ് അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ് സിഗ്മ ഡീൻ്റെ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. 600, 750 ആൻഡ് 870. നൗ ബൈ യൂസിങ് ദിസ്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആ സോയിലിൻ്റെ കൊഹിഷൻ ആൻഡ് ഷിയറിംഗ് ആംഗിൾ കണ്ടുപിടിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കൺഫൈനിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൈനസ് സ്ട്രെസ്. അതായത് ഇവിടെ കൺഫൈനിങ് സ്ട്രെസ് ഇത് മൈനസ് സ്ട്രെസ് സിഗ്മ 3 തന്നെയാണ്. ദെൻ മേജർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി പ്ലസ് സിഗ്മ 3 ആണ്. സോ ഫ്രം ദിസ് റിലേഷൻ വി ക്യാൻ ഫൈൻഡ് ഓരോ സാമ്പിളിൻ്റെയും. ഇപ്പോൾ ഫസ്റ്റ് സാമ്പിൾ സിഗ്മ 3യും കൺഫൈൻ പ്രഷർ എല്ലാം സെയിം ആയിരിക്കും. മേജർ സ്ട്രെസ് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി പ്ലസ് സിഗ്മ 3. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീവിയേറ്റർ സ്ട്രെസ് ആണ് സിഗ്മ ഡി ആണ്, ഇത് സിഗ്മ 3 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സിഗ്മ 1. അത് സിഗ്മ 3യും സിഗ്മ 1ഉം കിട്ടി ഓരോ സാമ്പിളിനും. 100, 700, 200, 950 ആൻഡ് 300 ആൻഡ് 100 ആൻഡ് 170. നൗ ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മോർ സർക്കിൾ വരയ്ക്കുക ആദ്യം. അപ്പോൾ ആ പോയിൻറ്റ്സ് യൂസ് ചെയ്യുക. ഫസ്റ്റ് 100ഉം 700ഉം ആണ്. സിഗ്മ 3 100, സിഗ്മ 1 700. ഇത് ഈ 2 പോയിന്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡയമീറ്റർ. സോ അത് ഡയമീറ്റർ ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഡ്രോ ദി സർക്കിൾ വരിക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 200ഉം 950 ആണ്. ഈ 200 to 950 എന്ന് പറയുന്നത് എത്രയും ദൂരമാണ് ഡയമീറ്റർ, അത് ഉപയോഗിച്ച് അടുത്ത സർക്കിൾ വരയ്ക്കുക. ആൻഡ് തേർഡ് പോയിന്റ് 300 ആൻഡ് 170 അത് ഉപയോഗിച്ചിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കുക. അപ്പോൾ 3 സർക്കിൾ കിട്ടി. ഈ 3 സർക്കിളിലും കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ടാൻജൻ്റ് ആണ്, ഓൺലി 1 ടാൻജൻറ്റ്. ആ ടാൻജൻ്റാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ദെൻ ഈ ഫെയിലിയർ എൻവലപ്പിലേക്കുള്ള ഹൈറ്റ് ദാറ്റ് ഇസ് എ കോഷൻ. ഈ കേസിനകത്ത് ഇറ്റ് ഈസ് 150 kN/m². ആൻഡ് ദി ആംഗിൾ ഓഫ് ദിസ് ഫെയിലിയർ എൻവലപ്പ് that is a phi, and here in this case it is 24 degree. അപ്പോൾ C is a coefficient phi എന്ന് പറഞ്ഞ് സീൻ്റെ വാല്യൂ 150യും ഫൈൻ്റെ വാല്യൂ 24ഉം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയാക്സിയൽ ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് C and phi കണ്ടുപിടിക്കുന്നത്, കോഫിഷ്യന്റ് ആൻഡ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നത്. നൗ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് മൈനസ് സ്ട്രെസ് സിഗ്മ 3, മേജർ സ്ട്രെസ് സിഗ്മ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൗ വി ഹാവ് ദി റിലേഷൻ സിഗ്മ 1ഉം സിഗ്മ 3 ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 കേസിലും ആ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ സിഗ്മ 1 എന്ന് പറയുന്നത് 700 ആണ്. അപ്പോൾ 700 ഈസ് ഈക്വൽ ടു സിഗ്മ 3 100 ആണ്. 100 ഇൻറ്റു tan സ്ക്വയർ 45 പ്ലസ് 5/2. 5 നമുക്ക് അറിയില്ല, അതേപോലെ തന്നെ ഉപയോഗിക്കുക. പ്ലസ് 2c tan 45 പ്ലസ് 5/2. ഇതിൽ സിയും അറിയില്ല. രണ്ടാമത്തെ കേസിനകത്തത് 950 200 ആവും. 950 ആൻഡ് 200 ആവും. തേർഡ് കേസിനകത്ത് 100 ആൻഡ് 170യും 300 ആവും. ദെൻ ഇതിനകത്ത് ഏതെങ്കിലും 2 ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഏതെങ്കിലും 2 നമുക്ക് ഏത് ഉപയോഗിക്കാം. ഏത് 2 ഉപയോഗിച്ചാൽ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ 5ഉം സിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി വാല്യൂ C 142ഉം 5 25 കിട്ടും. നേരത്തെ നമ്മൾ ഗ്രാഫിക്കലി ചെയ്ത മെത്തേഡിനകത്ത് ചെറിയ വാല്യൂസ്, നേരത്തെ C 150 ആയിരുന്നു, അതുപോലെ 5 24. ചെറിയ വാല്യൂ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ ഏകദേശം വാല്യൂസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡോ ഏത് മെത്തേഡോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അനലിറ്റിക്കൽ മെത്തേഡ് വഴി ട്രയാക്സിയലിൻ്റെ റിസൾട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എ സീരീസ് ഓഫ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ട്രയാക്സിയൽ ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺ ആൻ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആൻഡ് ദ ഫോളോയിങ് റിസൾട്ട് വെർ ഒബ്റ്റെയിൻ. നൗ ദി ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലോട്ട് ദി സ്ട്രെങ്ത് എൻവലപ്പ്. സ്ട്രെങ്ത് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫെയിലിയർ എൻവലപ്പ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേമിലും എഫക്റ്റീവ് സ്ട്രെസ് രണ്ടും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഡിറ്റർമിൻ ദ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ. സ്ട്രെങ്ത് പാരാമീറ്റർ അല്ലെങ്കിൽ ഷിയർ പാരാമീറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആണ് തന്നിരിക്കുന്നത്, സോയിൽ. ഓവർ കൺസോൾഡ് ക്ലേ എന്ന് പറഞ്ഞാൽ സാധാരണ സോയിൽ തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സെൽഫ് പ്രഷർ അല്ലെങ്കിൽ സിഗ്മ 3 തന്നിട്ടുണ്ട് 125, 250 ആൻഡ് 500. ദെൻ ഡീവിയേറ്റർ സ്ട്രെസ് അല്ലെങ്കിൽ സിഗ്മ ഡി തന്നിട്ടുണ്ട് 510, 620 ആൻഡ് 850. ആൻഡ് പോർ വാട്ടർ പ്രഷർ സ്മോൾ യു അതിൻ്റെ വാല്യൂ -70, -10 ആൻഡ് 120. ഇത്രയും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ്, അപ്പോൾ സിഗ്മ 1ഉം സിഗ്മ 3 ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് സിഗ്മ 3ൻ്റെ വാല്യൂം സിഗ്മ 1ൻ്റെ വാല്യൂം കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ. ഓരോന്നിൻ്റെയും മോർ സർക്കിൾ വരയ്ക്കുക. ഒന്ന് നോക്കാം. ഫസ്റ്റ് കേസ് 125ഉം 635 ആണ്, അത് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. രണ്ടാമത്തെ സിഗ്മ 3 250, സിഗ്മ 1 870 ആണ്, മോർ സർക്കിൾ വരയ്ക്കുക. മൂന്നാമത്തത് സിഗ്മ 3 500 ആൻഡ് സിഗ്മ 1 എന്ന് പറയുന്നത് 1350. ദെൻ ബൈ യൂസിങ് യു വിൽ ഗെറ്റ്
Mohr circle. Then this മൂന്നും കണക്ട് ചെയ്യുന്ന രീതിയിൽ ലൈന് ടാൻജന്റ് വരയ്ക്കുക. ഇറ്റ് ഈസ് ദി ഫെയിലർ എൻവലപ്പ്. അതിൻ്റെ ഹൈറ്റ് ഇറ്റ് ഈസ് ദി കൊഹിഷൻ സി, ഇവിടെ അത് 140 ആണ്. ആൻഡ് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് 19.5. അപ്പോൾ ഇത് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ഇങ്ങനെയാണ് അതിനകത്ത് മോർ സർക്കിൾ വരയ്ക്കുന്നതും ഫെയിലർ എൻവലപ്പ് വരയ്ക്കുന്നതും അതിൽ നിന്ന് CN5 കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേമിൽ എങ്ങനെ നോക്കാം. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ σ1' σ3' എന്ന് വെച്ചാൽ പോർ വാട്ടർ പ്രഷർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ സാമ്പിൾ നമ്പർ 1ന് σ3ൻ്റെ വാല്യൂ 125 ആണ്, σ1ൻ്റെ വാല്യൂ 635. നമുക്ക് ഈ σ1ഉം σ3യും എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേമിലേക്ക് ആക്കണം. അപ്പോൾ എഫക്റ്റീവ് മൈനസ് സ്ട്രെസ് σ3' എന്ന് പറഞ്ഞാൽ σ3 മൈനസ് യു എന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ σ3 എന്ന് പറയുന്നത് 125 ആണ്, മൈനസ് യു എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷർ -70. അപ്പോൾ 125 മൈനസ് -70 എന്ന് വരും. ദാറ്റ് ഈസ് 125 പ്ലസ് 70. അപ്പോൾ അതിൻ്റെ വാല്യൂ 195 എന്ന് കിട്ടും. അതേപോലെ σ1' എന്ന് പറഞ്ഞാൽ σ1 മൈനസ് യു. σ1ൻ്റെ വാല്യൂ 635 ആണ്, യു എന്ന് പറഞ്ഞാൽ -70. അപ്പോൾ 635 മൈനസ് -77. അങ്ങനെ ഓരോ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ തേർഡ് കേസിൽ പോർ വാട്ടർ പ്രഷർ പ്ലസ് ആണ്, 120 ആണ്, പ്ലസ് 120 ആണ്. അപ്പോൾ ആ കേസിൽ σ3' കണ്ടുപിടിക്കുമ്പോൾ 500 മൈനസ് 120 എന്ന് മതി. പിന്നെ σ1' കണ്ടുപിടിക്കുമ്പോൾ 1350 മൈനസ് 120 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ അത് കിട്ടും. നൗ ഇവിടെ σ3'ഉം σ1' കിട്ടി, നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ വി ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ. അപ്പോൾ മോർ സർക്കിൾ വരയ്ക്കുമ്പോൾ ആദ്യത്തെ കേസിൽ മൈനസ് സ്ട്രെസ് എന്ന് പറയുന്നത് 195, മേജർ സ്ട്രെസ് 705. അപ്പോൾ ഇതിൽ 195ഉം 705ഉം വെച്ചിട്ട് യു ക്യാൻ ഡ്രോ ദി സർക്കിൾ. ആൻഡ് സെക്കൻഡ് കേസ് 260 ആൻഡ് 880 ആണ്, യു ക്യാൻ ഡ്രോ ദി. ആൻഡ് തേർഡ് വൺ 380 ആൻഡ് 1230. അപ്പോൾ ഇങ്ങനെ 3 ഇത് കിട്ടും. നൗ ബൈ യൂസിങ് ദിസ് ഡ്രോ എ ടാൻജൻറ്റ്, കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക. ഇറ്റ് ഈസ് എ ഫെയിലർ എൻവലപ്പ് ആൻഡ് ദി ഹൈറ്റ് ഫ്രം ദി x-axis gives the cohesion. ഇവിടെ C' ആണ്, കാരണം ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ആയതുകൊണ്ട് cohesion ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് വാല്യൂ 50 ആണ്. ആൻഡ് ദി ആംഗിൾ, ഇതിൻ്റെ ആംഗിൾ എഫക്റ്റീവ് സ്ട്രെസ്സിൻ ആ ഫെയിലർ എൻവലപ്പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 28.5 ആണ്. സോ C is the cohesion 5, C' 50യും 5' എന്ന് പറയുന്നത് 28.5 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേംസിൽ C' ആൻഡ് 5' കണ്ടുപിടിക്കുന്നത്. Now another example നോക്കാം. The following result were obtained from a consolidated untitled stone and normally consolidated clay. ഈ ക്വസ്റ്റിനകത്ത് സോയിൽ നോർമലി കൺസോളിഡേറ്റ് ക്ലേ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോർമലി കൺസോളിഡേറ്റ് ക്ലേ ആണെങ്കിൽ ആ ക്ലേൻ്റെ ആ സോയിലിൻ്റെ വാല്യൂ, കൊഹിഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വേണം. ദെൻ ക്വസ്റ്റൻ ഇതാണ്, പ്ലോട്ട് ദി സ്ട്രെങ്ത് എൻവലപ്പ് ആൻഡ് ഡിറ്റർമിൻ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. ഈ ക്വസ്റ്റിനകത്ത് സെൽ പ്രഷർ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ σ3 തന്നിട്ടുണ്ട് 250, 500 and 750. ദെൻ ഡീവിയേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ σD 150 to 300 and 455. അപ്പോൾ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ആയതുകൊണ്ട് വാല്യൂ 0 ആണ്. ഓക്കെ, ദെൻ σC σ3 ആണ്, σ1 σD പ്ലസ് σ3. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് σ3 ആൻഡ് σ1 കിട്ടും. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മോർ സർക്കിൾ വരിക, കാരണം σ3യും σ1 ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഈ വാല്യൂസ് 250, 402 അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മോർ സർക്കിൾ വരും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 250, 402 ആണ്, ഇങ്ങനെ വരും മോർ സർക്കിൾ. രണ്ടാമത് 500ഉം 800ഉം ആണ്, അപ്പോൾ അതിൻ്റെ മോർ സർക്കിൾ ഇങ്ങനെ വരും. മൂന്നാമത് 750യും 1205 ആണ്. യു വിൽ ഗെറ്റ് ദി മോർ സർക്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് മോർ സർക്കിൾ കിട്ടുക. ദെൻ ഈ ക്വസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൊഹിഷൻ വാല്യൂ 0 ആണ്, നോർമലി കൺസോൾഡ് ക്ലേ ആകും. അതുകൊണ്ട് ഫെയിലിയർ എൻവലപ്പ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദി 0 വാല്യൂ. നോർമലി കൺസോൾഡേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ് തുടങ്ങുന്നത് 0 എന്നാണ്, കാരണം വാല്യൂ 0 ആണ്. അപ്പോൾ 0 എന്ന് തുടങ്ങി ഈ 3 സർക്കിളിലും കോമൺ ആയിട്ടുള്ളൊരു ടാൻജൻറ്റ് വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ വരും, അതാണ് ഫെയിലിയർ എൻവലപ്പ്. ആ ഫെയിലിയർ എൻവലപ്പിൻ്റെ ഹൈറ്റാണ് കോഹിഷൻ, പക്ഷേ അത് ഓൾറെഡി 0 ആണ്. അപ്പോൾ വാല്യൂ 0 ആണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 5 ആണ്. ഇവിടെ ഈ ആംഗിൾ അളന്നാൽ മതി. യു വിൽ ഗെറ്റ് ഹിയർ ഇറ്റ് ഈസ് 14 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്
ഇതിനകത്ത് ഡ്രെയിനേജ് കണ്ടീഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് അങ്ങനെ പല തരത്തിൽ ഡ്രെയിനേജുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ദെൻ ഇതിൽ പോർ പ്രഷർ ചേഞ്ചുകൾ എത്രത്തോളം പോർ പ്രഷർ എത്രത്തോളം വാട്ടർ പ്രഷർ എത്രത്തോളം ചേഞ്ച് ആവുന്നത് അത് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോമാണ്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിനകത്ത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലായിരുന്നു, പക്ഷേ ഇവിടെ അത് യൂണിഫോമാണ്. ആൻഡ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിനകത്ത് സോയിൽ സാമ്പിൾ ഫെയിൽ ആവുന്നത് ഒറിസോണിലാണ്, പക്ഷേ ഇവിടെ ഏത് ഡയറക്ഷനിലും ഫെയിൽ ആവും. ഏതാണോ വീക്കസ്റ്റ് പ്ലെയിൻ ആ പ്ലെയിനിലാണ് സോയിൽ സ്പെസിമെൻ ഫെയിൽ ആവുക. അപ്പോൾ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ദെൻ ഏത് സ്റ്റേജിലെയും സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് സ്റ്റേജിൽ നമുക്ക് മോർ സർക്കിളും വരയ്ക്കാൻ പറ്റും ഈ ട്രാക്സിൽ. പക്ഷേ ഡയറക്റ്റ് ഷെയറിൽ അത് പറ്റില്ല. ഡയറക്റ്റ് ഷെയറിൽ മോർ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഫെയിലിയറിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഏത് പോയിന്റിലെയും മോർ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ്. ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഈ അപ്പാറ്റസ് ട്രാക്സിൽ ഷെയർ അപ്പാറ്റസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര ബൾക്കി വലിയ അപ്പാറ്റസാണ്. ദെൻ ഡ്രെയിനേജ് ടെസ്റ്റ് നടത്താം, പക്ഷേ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോങ്ങർ പീരീഡ്, ഒരുപാട് സമയം എടുക്കും. കാരണം കൺസോൾട്ടേഷൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഡ്രെയിനേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് സ്ട്രെയിൻ കണ്ടീഷൻ ഇതിൽ യൂണിഫോം ആയിട്ടല്ല വരിക. ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹയർ വാല്യൂസ് വരും, ഒരുപാട് ലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് ആ ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ദെൻ ഇതിൽ ആക്സിസ് സിമെട്രിക്കൽ പ്രോബ്ലം ആണ് ഈ ഇതിനകത്ത് കൺസിഡർ ചെയ്തത്. എന്ന് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലും സെയിം വാല്യൂസ് എന്നുള്ള രീതിയിലാണ്, പക്ഷേ അത് ഇൻ ഫീൽഡിൽ അത് 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് അത് അക്യുറേറ്റ് വാല്യൂസ് കിട്ടില്ല. പക്ഷേ കമ്പയർ ടു അതർ മെത്തേഡ്സ് സാധാരണ ഡയറക്റ്റ് ഷിയറോ അല്ലെങ്കിൽ വെയിൻ ഷിയർ UCC ഇതിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാക്സിൽ ഷിയർ ടെസ്റ്റാണ് ഓൾമോസ്റ്റ് അക്യുറേറ്റ് വാല്യൂസ് കിട്ടുക. നമ്മൾ ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്ത് ട്രാക്സിൽ ഷിയർ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിന് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിൽ ഒബ്സർവേഷൻസ് എടുക്കുന്നതും അതിൽ നിന്ന് മോർ സർക്കിൾ വരച്ച് ഫെയിലിയർ എൻവലപ്പ് വരച്ച് അതിൽ നിന്ന് ഷിയർ പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നൗ ഓൺ ദി നെക്സ്റ്റ് ലെക്ചർ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ആണ് നമുക്ക് അടുത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.